ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നമുക്ക് വീട്ടിൽ തന്നെ ഒരു നോട്ടീസ് ബോർഡ് അല്ലെങ്കിൽ ഒരു ഡിസ്പ്ലേ ബോർഡ് അതല്ലെങ്കിൽ ഒരു വിഷൻ ബോർഡ് എന്നൊക്കെ പറയുന്ന ഒരു ഐറ്റം എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പം ഇതിന് വേണ്ടിയിട്ട് ഒരു സാധനം പോലും നമ്മൾ അഡീഷണലി വാങ്ങേണ്ടതായിട്ടൊന്നും വരത്തില്ല. മിക്കവാറും എല്ലാ സാധനങ്ങളും വീട്ടിൽ ഉള്ളതൊക്കെ തന്നെയായിരിക്കും. അത് വെച്ചിട്ട് ഇങ്ങനൊരു ബോർഡ് എങ്ങനെയാണ് എളുപ്പത്തിൽ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ആദ്യം എടുത്തിട്ടുള്ളത് നമ്മൾ ഉപയോഗിക്കാത്ത ഒരു പഴയ ഒരു ക്യാൻവാസ് ആയിരുന്നു. അപ്പം ഇതിനകത്ത് ഇപ്പോൾ ഇതൊരു റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള ഒരു ക്യാൻവാസ് ആണ് കേട്ടോ. അപ്പം നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഒരു ക്യാൻവാസ് ഒന്നും അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ തെർമോകോൾ ഷീറ്റില്ലേ, നമ്മളിപ്പോൾ ഇലക്ട്രോണിക് അപ്ലയൻസസ് ഒക്കെ വാങ്ങുമ്പം അതിൻ്റെ കൂട്ടത്തിലൊക്കെ കിട്ടുമല്ലോ, അതിൻ്റെ മുകളിൽ വെച്ചും ഒക്കെ വരുന്ന വലിയ കട്ടിയൊന്നും ഇല്ലാത്ത തെർമോകോൾ ഷീറ്റ് ഉണ്ടാവും. അപ്പം അതെടുക്കുന്നത് കൊണ്ടുള്ളൊരു ഉപയോഗം എന്താണെന്ന് വെച്ചാൽ സ്റ്റിഫായിട്ടിരിക്കും. നമ്മൾ ഈ ഡിസ്പ്ലേ ബോർഡൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്കിനും അതൊരു കറക്റ്റ് ഷേപ്പിലും ആ ഒരു സ്റ്റിഫ്നെസ്സിലും ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അതെടുക്കുന്നത്. പിന്നെ ഇനി അതും അവൈലബിൾ അല്ലെങ്കിൽ നല്ല കട്ടിയുള്ള കാർഡ്ബോർഡ് പീസസ് ഉണ്ടെങ്കിൽ അതാണെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുണ്ടായിരുന്നത് ഒരു ക്യാൻവാസ് ആയത് കാരണം എനിക്കിവിടെ കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നും വന്നില്ല. അതൊരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് ഞാനിവിടെ നമുക്ക് ഫോം ഷീറ്റ്സ് കിട്ടുമല്ലോ, ആ ഫോം ഷീറ്റ് ഇവിടെ എൻ്റെ കയ്യിലുള്ളത് ഒട്ടിക്കാൻ പറ്റുന്നത്. അതിൻ്റെ താഴെ സ്റ്റിക്കർ ഉണ്ടായിരുന്നു. ആ സ്റ്റിക്കർ മാറ്റിയാൽ നമുക്ക് കറക്റ്റ് ആ ഒരു ഷേപ്പിൽ ഒട്ടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഫോം ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പം ഇത് തന്നെ പല കളറിൽ അവൈലബിൾ ആണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ബ്ലാക്ക് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ബ്ലാക്ക് ഞാനിതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇനി നിങ്ങൾക്ക് വേറെ കളറിൽ ഇപ്പോൾ ബ്രൗൺ കളർ അല്ലെങ്കിൽ ലൈറ്റ് ബ്രൗൺ കളറിലേക്ക് വേണ്ടതെങ്കിൽ അതും ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. ഇപ്പോൾ ഇത് സാധാരണ കിട്ടുന്നത് ഇപ്പം സ്റ്റേഷനറി ഷോപ്സിലൊക്കെ തന്നെ ഇതിൻ്റെ പല കളറും ഒക്കെ അവൈലബിൾ ആയിരിക്കും. ഇനി അതിൻ്റെ കൂടെ കിട്ടുന്നതിൽ സ്റ്റിക്കർ ഇല്ലാത്തതാണെങ്കിൽ നമ്മൾ കുറച്ച് പശ തേച്ച് കഴിഞ്ഞാൽ ഇത് ഒട്ടിച്ചെടുക്കാം. അപ്പം ഞാൻ ഈ ഒരു ക്യാൻവാസിൻ്റെ മുകളിലേക്ക് നമ്മളുടെ ഈ ഒരു ഫോം ഷീറ്റ് നല്ലതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ട് പ്രസ് ചെയ്ത് കൊടുത്തതേ ഉള്ളൂ, കാരണം അത് സ്റ്റിക്കർ ആയിരുന്നല്ലോ. എന്നിട്ട് ഇതിൻ്റെ സൈഡിൽ കൂടെ അതിനെ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ക്യാൻവാസും പിന്നെ അതിൻ്റെ മുകളിൽ ഇതേപോലെയുള്ള ഫോം ഷീറ്റും വെക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മളുടെ ഈ ഒരു നോട്ടീസ് ബോർഡ് അല്ലെങ്കിൽ ഒരു വിഷൻ ബോർഡൊക്കെ നമ്മൾ ഉണ്ടാക്കി കഴിയുമ്പം അതിനകത്ത് ശരിക്കും ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ചെറിയ ചെറിയ പേപ്പേഴ്സോ അങ്ങനെ നോട്ടീസോ അങ്ങനത്തെയൊക്കെ നമുക്കിങ്ങനെ ഒട്ടിച്ച് വെക്കുക എന്ന് പറഞ്ഞാൽ നമ്മളൊരു പിൻ വെച്ചിട്ടാണല്ലോ ഈ ബോർഡിലൊക്കെ വെക്കുന്ന പിന്നാണ് ഉപയോഗിക്കുന്നത്. അപ്പം അത് കയറാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്യാൻവാസും അതിൻ്റെ മുകളിൽ ഈ ഫോം ഷീറ്റൊക്കെ വെച്ചിട്ടുള്ളത്. ഇതല്ലാതെ വെറുതെ നമ്മളിതൊരു നോർമലായിട്ടുള്ളൊരു തടിയുടെ പീസോ അങ്ങനെയൊക്കെ എടുത്താൽ നമുക്ക് ഈ സാധനം കറക്റ്റായിട്ട് വെക്കാൻ പറ്റത്തില്ല. പിന്നെ നമ്മൾക്ക് പേപ്പേഴ്സൊക്കെ നമ്മളിങ്ങനെയുള്ള ഡിസ്പ്ലേ ബോർഡിലൊക്കെ വെക്കുമ്പോഴത്തേക്കിനും ഇടയ്ക്കിടയ്ക്ക് എടുത്തും വെക്കും ഒക്കെ ആണല്ലോ ചെയ്യുന്നത്. അപ്പം അത് ഈസി ആയിട്ട് വെക്കാനും എടുക്കാനും ഒക്കെ പറ്റണം. അതുകൊണ്ടാണ് നമ്മൾ ഇതേപോലെ അകത്തേക്ക് ഈ ഒരു പിൻ കയറി പോകുന്ന രീതിയിലുള്ള മെറ്റീരിയൽ യൂസ് ചെയ്യുന്നത്. ഇതാണ് കേട്ടോ ആ ഒരു പിൻ എന്ന് പറയുന്നത്. ഇത് ചെറിയ ബോക്സിനകത്ത് അവൈലബിൾ ആയിട്ട് കിട്ടും. എനിക്ക് തോന്നുന്നു ഒരു ബോക്സിൽ ചിലപ്പോൾ 25 പീസസിൻ്റെ ഒക്കെ പിൻ ഉണ്ടാവും. ഇനി നിങ്ങൾക്ക് ഇതിനകത്ത് കൂടുതൽ വേറെ കാര്യങ്ങളൊന്നും ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ യൂസ് ചെയ്യാം. അപ്പം ഇനി ഇതല്ല, ഇതിനകത്ത് കുറച്ചും കൂടെ സൈഡിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഡെക്കറേറ്റീവ് പീസസ് ഒക്കെ വെക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള റിബൺ പീസസോ അല്ലെങ്കിൽ ഈ ജൂട്ടിൻ്റെ ത്രെഡൊക്കെ ഇല്ലേ, അതൊക്കെ വെച്ചിട്ട് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ സൈഡിൽ വെക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ജൂട്ടിൻ്റെ തന്നെ റിബൺ ഉണ്ടായിരുന്നു. അപ്പം ആ റിബൺ ഉപയോഗിച്ചിട്ടാണ് സൈഡിലൊന്ന് ഒരു ബോർഡർ പോലെ കൊടുക്കാം എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഡബിൾ സൈഡ് ടേപ്പാണ് ഒട്ടിച്ചു കൊടുത്തത്. അതിൻ്റെ മുകളിലേക്ക് ഈ ഒരു ജൂട്ടിൻ്റെ റിബൺ നമ്മളങ്ങ് വെച്ച് കൊടുക്കുക ചെയ്യുന്നത്. അപ്പം അത് അവിടെ അങ്ങ് ഒട്ടി വന്നോളും. ഇനി ഇതല്ല, നമ്മൾക്കിപ്പോൾ ഡബിൾ സൈഡ് ടേപ്പ് അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ പശ വെച്ചാലും മതി. ഇനി ഡബിൾ സൈഡ് ടേപ്പ് തന്നെ കുറച്ചേ ഉള്ളെങ്കിൽ ഇത് ജസ്റ്റ് അതിൻ്റെ മുകളിലും താഴെയായിട്ട് അല്ലെങ്കിൽ മിഡിലും കൂടി ആയിട്ട് 3 ഏരിയയിൽ മാത്രം വെച്ചാലും മതി കേട്ടോ. അതിൻ്റെ ആവശ്യമുള്ളൂ. ഈ ഒരു ബോർഡർ ഉണ്ടാക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ഇഷ്ടം അനുസരിച്ചൊക്കെ ചെയ്യാം. അപ്പം ഇവിടെ ഞാൻ 4 സൈഡിലും ഈ ഒരു റിബൺ പീസസ് വെച്ചിട്ട് ഇതിനെ ഒന്ന് ബോർഡർ പോലെ ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതെങ്ങനെയല്ല വേണ്ടത്, ഏതെങ്കിലും സ്റ്റിക്കേഴ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും കോട്ട്സിൻ്റെ ഒക്കെ ചെറിയ ചെറിയ സ്റ്റിക്കേഴ്സൊക്കെയാണ് വേണ്ടതെങ്കിൽ അതും ഈ സ്റ്റേഷനറി ഷോപ്സിൽ അവൈലബിൾ ആയിരിക്കും. അത് വാങ്ങിയിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പം ഇവിടെ ഞാൻ അങ്ങനത്തെ സംഭവങ്ങളൊന്നും തന്നെ ചെയ്യുന്നില്ല. എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിരുന്ന സാധനങ്ങൾ വെച്ചിട്ടാണ് ഈ ഒരു ബോർഡ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പം എൻ്റെ കയ്യിൽ ചെറിയ 2-3 സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അത് ഈ സ്റ്റാർസിൻ്റെ സ്റ്റിക്കേഴ്സ് ഉണ്ടായിരുന്നു, എൻ്റെ മോളുടെ ആയിരുന്നു. അപ്പം അത് വെച്ചിട്ട് വെറുതെ ആ ബോർഡിലെല്ലാം ഒട്ടിച്ചു കൊടുത്തു. മെയിൻലി നമുക്ക് ഇങ്ങനെയുള്ള ബോർഡ് ഉണ്ടെങ്കിൽ ഇപ്പം കുട്ടികളുടെ സിലബസ് അല്ലെങ്കിൽ എക്സാം സിലബസോ അല്ലെങ്കിൽ എക്സാം ഡേറ്റ്സും ഒക്കെ ആയിട്ടുള്ള സംഭവങ്ങളുണ്ടല്ലോ, എല്ലാ ദിവസവും അത് വേണ്ട കാര്യങ്ങൾ വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു ഡിസ്പ്ലേ ബോർഡ് അല്ലെങ്കിൽ നോട്ടീസ് ബോർഡ് വെക്കുന്നത്. ഇനി അതല്ല, വിഷൻ ബോർഡൊക്കെ സെറ്റ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവർക്ക് ഇതേപോലെയുള്ള ചെറിയ ചെറിയ പേപ്പേഴ്സോ അല്ലെങ്കിൽ കട്ടിങ്സോ ഒക്കെ തന്നെ വെക്കേണ്ടതായിട്ടുണ്ടാവും.
അതവിടെ എപ്പോഴും ഒട്ടിച്ച് വെക്കുകയും വേണ്ട, ഇടയ്ക്കിടയ്ക്കൊക്കെ ആവശ്യമുള്ളപ്പം അത് വെക്കുക, പിന്നെ എടുത്ത് മാറ്റുക ഒക്കെ തന്നെ വേണമല്ലോ. അപ്പം അതിനാണ് നമ്മൾ ഇതേപോലെയുള്ള പിൻസും കൂടെ യൂസ് ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾ വാങ്ങുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഫോം ഷീറ്റിന് ഇതേപോലെ ബാക്കിൽ സ്റ്റിക്കർ ഇല്ലാത്തതാണെങ്കിൽ ഫെവിക്കോൾ യൂസ് ചെയ്യുക കേട്ടോ. ഫെവിക്കോൾ വെച്ചിട്ട് ഇതിനെ അങ്ങ് ഒട്ടിച്ചു കഴിഞ്ഞാൽ ആ ഫോം ഷീറ്റും നല്ലതുപോലെ ഒട്ടിക്കോളും. ഫോം ഷീറ്റും ഒക്കെ ആകുമ്പോഴത്തേക്കിനും നല്ലതുപോലെ നമ്മൾ ഈ പിൻ ചെയ്ത് വെക്കുന്ന സംഭവം നല്ല സ്റ്റിഫായിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും. ഇത്രയേ ഉള്ളൂ പണി. നമ്മളിതിനെ കൂടുതലായിട്ട് ഒത്തിരി ഡെക്കറേഷനും സ്റ്റിക്കേഴ്സും ഒന്നും തന്നെ കൊടുത്തിട്ടില്ല. കാരണം ഈ ഒരു പോർഷനിൽ നമുക്ക് ഈ പേപ്പേഴ്സൊക്കെ വന്ന് അഥവാ നമ്മൾ സ്റ്റിക്കർ കൊടുത്താലും കവർ ചെയ്യാൻ പോകുന്നതാണല്ലോ. നമുക്ക് എഡ്ജസിൽ മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളായിരുന്നു. അപ്പോൾ ഞാൻ ബോർഡർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞിട്ടുണ്ട്. വളരെ എളുപ്പമാണ്. നമ്മളിങ്ങനെ അഡീഷണലി ഇതിന് വേണ്ടിയിട്ട് സാധനങ്ങളൊന്നും തന്നെ വാങ്ങേണ്ട ആവശ്യമില്ല. മിക്കവാറും വീട്ടിലുള്ള സാധനങ്ങളൊക്കെ തന്നെ ഉപയോഗിച്ചാലും മതിയാവും. നിങ്ങൾക്ക് ഇങ്ങനൊരു വിഷൻ ബോർഡിന് വേണ്ടിയിട്ട് ഇങ്ങനൊരു ബോർഡൊക്കെ സെറ്റ് ചെയ്ത് എടുക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ക്യാൻവാസ് ഇല്ലെങ്കിൽ തെർമോകോളിൻ്റെ ഷീറ്റോ അതല്ലെങ്കിൽ കാർഡ്ബോർഡ് ഷീറ്റ്സോ ഒക്കെ തന്നെ യൂസ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകുമെന്ന് വിശ്വസിക്കുന്നു. അഥവാ ഇത് ഹെൽപ്ഫുൾ ആകും തോന്നുന്ന നിങ്ങളുടെ ഫാമിലി ആൻഡ് ഫ്രണ്ട്സിനുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കും ഇതേപോലെ ഒരു നോട്ടീസ് ബോർഡൊക്കെ വീട്ടിലുണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ചെയ്തെടുക്കാം. ഇതിപ്പം ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിൽ ചെയ്തതേ ഉള്ളൂ. എന്നാലും ഒരുവിധം ഐഡിയ കിട്ടിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വീണ്ടും നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് സ്റ്റേ സേഫ്.